ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിജി ഓഡിയോ ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടോൺ കൺട്രോളിനെ കുറിച്ചാണ്. നമ്മൾ ഹൈഫൈ ആയിട്ടുള്ള ആംപ്ലിഫയറുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിരുന്നു. അതൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതോടൊപ്പം ഒരു ടോൺ കൺട്രോൾ കൂടി വേണ്ടേ? ഒരു ബാസ്, ട്രബിൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടോൺ കൺട്രോൾ കൂടി ആവശ്യമില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ടോൺ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ബാസ് ട്രബിൾ ബോർഡ്. ഓക്കെ, അപ്പൊ ആദ്യം അതിന്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ PCB മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, PCB എച്ച് ചെയ്ത് എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കമ്പോണൻസ് അസംബ്ലിംഗ് ആണ്. കമ്പോണൻസ് അസംബിൾ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതിന്റെ വർക്കിംഗ് നോക്കണം എങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമുക്കിത് PCB ആയിട്ട് അടിച്ച് കൊടുക്കാമായിരിക്കും, ആവശ്യക്കാർക്ക് കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇനി നമുക്കിതിൻ്റെ കൺട്രോളുകളും അതുപോലെ തന്നെ കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാസ്, ട്രബിള്, വോളിയം എന്നിങ്ങനെ 3 കൺട്രോളുകളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പവർ സപ്ലൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡുവൽ പവർ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 12-0-12 ±12-0-12 ആ DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റെഗുലേറ്റിംഗ് IC ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 20-0-20 DC വോൾട്ടേജ് വരെ നമുക്കിതിലേക്ക് കൊടുക്കാൻ പറ്റും. ഇതിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഈ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ഹൈഫൈ സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മൈക്ക ഷീറ്റിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ബാസ് ട്രബിൾ ബോർഡ് നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ 12-0-12 ടാപ്പിങ്ങിൽ നിന്ന് എടുത്ത് റെക്ടിഫൈ ചെയ്ത് ഡുവൽ പവർ സപ്ലൈ ആക്കിയിട്ടാണ് ഈ ഒരു ബാസ് ട്രബിൾ ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ 27-0-27 ടാപ്പിങ്ങിലെടുത്ത് അതിനെ റെക്ടിഫൈ ചെയ്ത് ഡുവൽ പവർ സപ്ലൈ ആക്കിയിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാസ് ട്രബിൾ ബോർഡിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷീൽഡഡ് വയർ സോൾഡർ ചെയ്തെടുത്തിട്ട് ഒരു 3.5 mm കണക്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം സെറ്റാണ്. ഇനി നമ്മുടെ ഫോണിൽ ഒരു മ്യൂസിക് ഇട്ടിട്ട് നമുക്കിത് വർക്കിംഗ് എങ്ങനെ ഇടുന്നു ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീക്ക് സൗണ്ടായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാസ് ട്രബിളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ആംപ്ലിഫയറിലേക്ക് കുറച്ചുകൂടി ഗെയിൻ കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഗെയിൻ ഇച്ചിരി കുറവാണ് ഇതിന്. അപ്പോൾ ഈ ബാസ് ട്രബിൾ ബോർഡിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി വരുത്തിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഫീഡ്ബാക്കിൽ മറ്റുമായിട്ട് 1-2 ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. നമുക്ക് എന്തായാലും നേരിട്ട് ടെസ്റ്റിങ്ങിലേക്ക് പോകാം.
നമ്മുടെ ഈ ബാസ് ട്രബിൾ ടോൺ കൺട്രോൾ 2-വേ ടോൺ കൺട്രോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കിയതാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡ് അല്ലാത്ത ബാസാണ്, അതായത് സോഫ്റ്റ് ബാസും അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കേൾക്കാൻ സുഖമുള്ള ടൈപ്പ് ഒരു ട്രബിളാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിനകത്ത് ഓവറായിട്ട് ബാസ് കൊടുത്തിട്ടില്ല, ഓവറായിട്ട് ട്രബിളും കൊടുത്തിട്ടില്ല, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാളും കേട്ടാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു പെർഫോമൻസ് കിട്ടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. എനിവേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം, നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എവർക്കും ബൈ.